വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീണ്ടും ഞാൻ ഡൽഹിയിലെ വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് പോയി നമ്മൾ നാട്ടിലെത്തിയപ്പോൾ ഇവിടെ ഉത്സവവും എനിക്ക് പ്രോഗ്രാമൊക്കെ ആയത് കാരണം ആ ഒരു വിശേഷങ്ങളാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇന്ത്യ ഗേറ്റിലോട്ടാണ് പോണത്. ലാസ്റ്റ് ഞാൻ ഇട്ട് നിർത്തിയത് നമ്മൾ രാഷ്ട്രപതി ഭവനിൽ ഗാർഡൻ അമൃത് ഉദ്യാൻ എന്ന് പറയുന്ന ഒരു ഗാർഡനിൽ ഫ്ലവർ ഷോ കാണാൻ പോയതാണ്. അതിനുശേഷം അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റും കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി ഡൽഹിയിലെ വ്ളോഗ്സ് തീരാൻ ഇനി 3 വ്ളോഗ് കൂടി കഴിഞ്ഞാൽ ഡൽഹി വ്ളോഗ് തീരുന്നതായിരിക്കും. ഓട്ടോയിൽ നമ്മൾ ആ ഒരു റോഡ് സൈഡിൽ കൊണ്ടിറക്കി. അവിടുന്ന് ഇന്ത്യ ഗേറ്റ് അടുത്ത് ചെല്ലണമെങ്കിൽ ഒരു 2 കിലോമീറ്റർ നടക്കണമായിരുന്നു. ശരിക്കും അപ്പുറത്തെ വശത്തൂടെ കൊണ്ടിറക്കാമെന്ന് ഇവർ പറയുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നടക്കുന്ന സമയത്ത് കുറേ പിള്ളേരും ആൾക്കാരും ഒക്കെ ഒരു ബൈക്ക് ഇലക്ട്രിക് ബൈക്ക് ഓട്ടിക്കുന്നുണ്ട്. അപ്പം നമുക്കും അത് കണ്ടപ്പോൾ ഓടിക്കാനൊരു കൊതി കാരണം നമ്മളും അത് ഓട്ടിച്ച്. എന്നാലും അപ്പു ഇത്ര പെട്ടെന്ന് അങ്ങ് എത്തിയാ. നല്ല രസമുണ്ടായിരുന്നു അത് ഓട്ടിക്കാനായിട്ട്. ജസ്റ്റ് അതിനകത്ത് ഇരിക്കുക, ആക്സിലേറ്റർ കൊടുക്കുക, നല്ല സ്പീഡിനൊക്കെ പോകാൻ പറ്റും. അപ്പൂന് കിട്ടിയത് ചാർജ് കുറവായിരുന്നു. ആദ്യം അപ്പു ഓട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. ഞാനും അനുവണ്ണനുമാണ് ആദ്യം അത് ഓടിച്ചത്. കുറച്ച് നേരം നോക്കാന്നത് പുറകെ ഹോൺ അടിച്ച് വരും. തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പു വരുന്നില്ല, നാണക്കേടെന്നും പറഞ്ഞു വന്നില്ല. പക്ഷെ നല്ല നല്ല കാറ്റായിരുന്നു അത് ഓട്ടിക്കാനായിട്ട്. നമുക്ക് ഫ്രണ്ട് വരെ പോയിട്ട് കുറേ ദൂരം അത് ഓട്ടിക്കുക. എത്ര നേരം ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോളം കഴിക്കുന്നിടത്ത് കുറേ നേരം ഇരുന്ന്. കാരണം നടക്കാൻ കുറേ ഉണ്ടായിരുന്നു. നടന്നിട്ടും എത്താത്ത രീതിയിൽ തോന്നി കേട്ടോ. കുറച്ച് നടക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി തേങ്ങയാണ് കഴിച്ചത്. ചേച്ചി അന്ന് ശിവരാത്രി വ്രതമായിരുന്നു. അപ്പം ചോളം കഴിച്ചുകൂടായിരുന്നു. അപ്പം ഞാനത് അന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് വരെയൊന്നും പോയി കണ്ടില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ച് പോയി. കാരണം പിന്നും അടുത്തെത്തണമെങ്കിൽ കുറച്ചുകൂടെ നടക്കണം. നമ്മൾ വിചാരിക്കും ഇപ്പം അടുത്തെത്തും. പക്ഷേ കുറേ നടന്നാലേ അടുത്തെത്തുള്ളൂ വരുന്നത്. തിരിച്ച് പോകാൻ നേരത്തെ നിറയെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. നമ്മൾ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഫോട്ടോസൊക്കെ എടുത്തു തരും. ഞാനും അപ്പോൾ നടന്നു പോകുമ്പോൾ അവർ റാൻഡമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കാണിച്ചു തരും. ഇത് നോക്കി, ഈ ഫോട്ടോ നോക്കി, ഇതുപോലെ എടുത്ത് തരാം, ബാക്കിൽ ഇന്ത്യ ഗേറ്റും ഒക്കെ വരുന്ന രീതിയിൽ എടുത്തു തരാമെന്ന് പറയും. പക്ഷെ നമ്മൾ പറഞ്ഞു വേണ്ടാന്ന്. കാരണം നമുക്ക് വേണ്ടാത്തതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ കുറേ അവിടെ ബിസിനസ് ആണല്ലോ, കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ക്യാമറയും കൊണ്ട്. അപ്പം പിന്നെ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലോട്ടാണ് പോയത്. 10:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രോ ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് പോകണം. മെട്രോയിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് 2 സ്റ്റേഷൻ ഇറങ്ങി മെട്രോ കയറാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എത്താറൊക്കെ ആയപ്പോൾ കുറച്ച് സീറ്റൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ പോണ വഴിക്ക് നമ്മൾ ഒരു മാംഗോ ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്രയും 2 സ്ഥലത്ത് പോയി. നമ്മൾ ഗാർഡൻ കാണാനും പോയി, ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തും പോയായിരുന്നല്ലോ. അപ്പം ആ ഒരു ക്ഷീണം മാറാൻ ആ ഒരു തണുപ്പ് കുടിച്ചപ്പം നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഓട്ടോ പിടിച്ച് നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി കുറച്ച് 2-3 വ്ളോഗും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ഡൽഹിയിലെ വിശേഷങ്ങൾ തീരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ഇട്ട് തീർക്കുന്നതായിരിക്കും. ഉത്സവം കാര്യങ്ങളൊക്കെ വന്നപ്പം പിന്നെ ഞാൻ അതങ്ങ് ഇട്ടു കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം ഇതൊന്ന് ലാഗ് ആയതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ടാറ്റാ.